എപ്പോഴെങ്കിലും രക്ഷപ്പെടുമെന്ന് കരുതി കാത്തിരുന്ന് മടുത്തവരാണ് നിങ്ങൾ. ക്ഷമയുടെ നെല്ലിപ്പലകയുണ്ട്. പ്രതീക്ഷയെല്ലാം അറ്റുപോയി മടുത്തുപോയ മനസ്സുമായി ഇരിക്കുന്നവരാണ്. എന്നാൽ ഒരു കാര്യം പറയാം, സമയം വൈകുന്തോറും നമ്മുടെ കാത്തിരിപ്പുകൾക്ക് അർത്ഥമില്ലാതാവുന്നില്ല. പകരം സമയം വൈകിയിട്ട് ശരിയായ സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മിലേക്ക് എത്തും. ഒരു കുഞ്ഞു കഥ പറയാം. ഒരിക്കൽ ഒരു വിത്ത് മണ്ണിനിടയിൽ കിടന്നുകൊണ്ട് ആകാശത്തേക്ക് നോക്കി ചോദിച്ചു, എന്താണ് ഇനിയും ഞാൻ ഉയർന്നു വരാത്തത്? ഇങ്ങനെ ഈ മണ്ണിനടിയിൽ എന്റെ ജീവിതം തീർക്കാനാണ് വിധി. ഇത് കേട്ടിരുന്ന മണ്ണ് പറഞ്ഞു, നിന്റെ സമയം ആയിട്ടില്ല, കുറച്ചുകൂടി കാത്തിരിക്കൂ. വിത്തിന് ആകെ ദേഷ്യമായി. അടുത്ത് കിടന്ന വിത്തുകളെല്ലാം മുളച്ചു പോകും. പക്ഷേ ഞാൻ മാത്രം ഇനി ഇവിടെ കിടന്നാൽ എനിക്കും ആഗ്രഹങ്ങളില്ലേ? എനിക്കും മുളച്ചു പോകണം. എന്റെ ആഗ്രഹങ്ങൾ എത്തിപ്പിടിക്കണം. വിത്തിങ്ങനെ പിറുപിറുക്കാനായിട്ട് തുടങ്ങി. മണ്ണ് കുറെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് വിത്ത് വീണ്ടും പിറുപിറുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അവസാനം ഒരു ദിവസം, കുറേ നാളുകൾക്ക് ഒരു ദിവസം വിത്ത് മുള പൊട്ടി. അതിന്റെ വേരുകൾ ശക്തിയായി ഇതിലേക്ക് ആഴ്ച വെക്കുകയും വിത്ത് ഭൂമിയിൽ നിന്ന് ഉയർന്നു പോകുകയും ചെയ്യും. ഭൂമിയിൽ നിന്ന് ഉയർന്നു പൊങ്ങിയപ്പോൾ വിത്ത് ആദ്യം നോക്കിയത് തന്നോടൊപ്പം കിടന്നിരുന്ന ആ മറ്റു വിത്തുകൾ എവിടെ. ആ വിത്തുകളൊന്നും ഇന്ന് കാണാനില്ല. കാറ്റിൽ മഴയിലും ഒക്കെ പെട്ടു ആ വിത്തുകളും ആ ചെടികളും ഒക്കെ നഷ്ടപ്പെട്ടു. എന്നാൽ ഈ വിത്ത് ഉയർന്നു പൊങ്ങിയത് ഒരു മരമായിട്ടായിരുന്നു. ഒരിക്കലും ഇല്ലാതാകാത്ത ഒരു മരമായിട്ട് ഈ വിത്ത് ഉയർന്നു പൊങ്ങുകയാണ് ചെയ്തത്. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹത്തിലേക്ക് എത്താൻ സമയമെടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം മറ്റുള്ളവരെ പോലെ നമ്മളെ ആക്കാനല്ല, അതിൽ മികച്ചതെന്തോ എന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നാണ് അർത്ഥം. വിത്തിനെ പോലെ പിറുപിറുക്കുന്നവരായിട്ടല്ല, നമ്മുടെ സമയത്തിനായിട്ട് കാത്തിരിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. ജീവിതം പലപ്പോഴും ഇങ്ങനെയാണ്. നാം ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്കൊന്നും തന്നില്ലെങ്കിലും ഏറ്റവും മികച്ചതായത് നമുക്ക് വേണ്ടി ജീവിതം കാത്തുവെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിലേക്ക് എത്താനുള്ള ആ കാത്തിരിപ്പാണ് യഥാർത്ഥ ലക്ഷ്യത്തിൽ നമ്മളെ എത്തിക്കുന്നത്. ആ കാത്തിരിപ്പ് നാം എത്ര ക്ഷമയോടെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നമ്മളെ ആക്കി തീർക്കുന്നത്. അതുകൊണ്ട് കാത്തിരിക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ ആഗ്രഹങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ട് സമയത്തിനായി നമ്മുടെ സമയത്തെ നമ്മുടെ കാത്തിരിപ്പിന് വിട്ടുകൊടുത്തുകൊണ്ട് ക്ഷമയോടെ കാത്തിരിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കുഞ്ഞു റോസാപ്പൂവ് അത് മുട്ടിട്ട് തുടങ്ങുമ്പോൾ കാണാൻ ഒരു ഭംഗിയില്ലെങ്കിലും അത് മുട്ടിട്ട് കഴിഞ്ഞ് അതിന്റെ ഓരോ ഘട്ടങ്ങൾ കഴിഞ്ഞ് അവസാനം അത് വിരിഞ്ഞു വരുമ്പോൾ എത്രമാത്രം ഭംഗി ആയി മാറുന്നുണ്ടല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. മുട്ടിട്ട് വരാനും വിരിയാനും ഒക്കെ ഒരു സമയമുണ്ട്. ആ സമയത്തിനായിട്ട് നമ്മെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കാത്തിരിപ്പിനും നമ്മുടെ ശ്രമങ്ങൾക്കുമൊക്കെ ഫലമുണ്ടാകും. അത് തന്നെയാണ് എല്ലാവരും നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെ കാത്തിരിപ്പിനായി വിട്ടുകൊടുത്തുകൊണ്ട് ക്ഷമയോടെ നമ്മുടെ സമയത്തിനായിട്ട് കാത്തിരിക്കുക. നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ ഒക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും.